എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദൂസ് ലൈഫ് സ്റ്റൈൽ. കുറേ ദിവസങ്ങളായി ഓണത്തിൻ്റെയൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഒരു ഹെൽത്തി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കോളിഫ്ലവറും എഗ്ഗും ചേർത്ത ഒരു കോളിഫ്ലവർ മുട്ട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഒരു തോരൻ പോലെ നമുക്ക് ചോറിനൊപ്പം കഴിക്കാം, ചപ്പാത്തിക്കൊപ്പം കഴിക്കാം. അല്ലാതെ വെറുതെയും നമുക്ക് ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെയും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോളിഫ്ലവർ വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അരിഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ: സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ അത്രയും കാര്യങ്ങൾ അരിഞ്ഞു വെച്ചു. കോളിഫ്ലവറും അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇനി ഒരു 4 മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചാണ് എടുക്കുന്നത്. കാരണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുമ്പം കേടുവന്ന മുട്ട മറ്റും ഉണ്ടെങ്കിൽ പോകണ്ടെന്ന് കരുതി മുട്ട സെപ്പറേറ്റ് ഒഴിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്കെല്ലാം കളയേണ്ടി വരുമല്ലോ. അപ്പോൾ അതിലേക്ക് പാൻ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉള്ളി ഇട്ടു. ഉള്ളി ഇട്ട ശേഷം ഒന്ന് ഇളക്കി വരുമ്പോൾ പതിയെ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് സാധാരണ ഈ കോളിഫ്ലവർ ഗ്യാസ് ഫോം ചെയ്യുമെന്ന് പറയുന്ന ചിലർക്കൊക്കെ അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാറി വരാനാണ് ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. അപ്പം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഈ ചെറുതായി അരിഞ്ഞെടുത്ത കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചുമന്ന മുളക് ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് ഹെൽത്തിന് വലിയ കുഴപ്പം സൃഷ്ടിക്കാത്തതാണ്. അതുപോലെ കുരുമുളകാണെങ്കിലും നമുക്ക് നല്ലതാണ്. ചുമന്ന മുളകാണ് നമ്മുടെ വയറ്റിന് കേടുവരുത്തുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞെടുക്കണം. തോരൻ്റെ പോലെയൊക്കെ അരിഞ്ഞെടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കാരണം കോളിഫ്ലവർ കുറച്ചൊന്ന് സോഫ്റ്റായി വരട്ടെ. നല്ലപോലെ വേവണമെന്നില്ല, കാരണം മുട്ട ചേർത്താലും വെന്ത് വരാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്താൽ, കാരണം മുട്ടയൊക്കെ ചേർക്കുമ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഉണക്കമുളക് പൊടി, അതായത് ചുമന്ന മുളക് പൊടി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ചേർക്കണം. കാരണം നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഈ ഇളക്കി ചേർത്തിട്ട് തന്നെ വേണം ഉപ്പും മുളകൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ. അതുകൊണ്ട് വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതുപോലെ മുട്ടയും നമുക്കൊന്ന് നല്ലപോലെ പതപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, കാരണം ഇതിലേക്ക് ചേർക്കുന്നതല്ലേ. അതൊന്ന് ഇളക്കി ചേർക്കണം. അല്ലെങ്കിൽ ഇതിലേക്ക് എഗ് യോക്കും വൈറ്റും വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വെച്ച ശേഷം നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതങ്ങ് പതപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല, മുട്ടയൊന്ന് ഇളക്കി യോജിപ്പിച്ചു എന്ന് മാത്രം. ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി ചേർക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യുക, മുഴുവനായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ചോറിൻ്റെ കൂടെ ആയാലും സൈഡ് ഡിഷായിട്ട് എടുക്കാം. പിന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയുടെ കൂടെ ഇതുപോലെ സ്ക്രാമ്പിൾഡ് എഗ്ഗും
കോളിഫ്ലവറൊക്കെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ കോളിഫ്ലവറിൻ്റെ ഒരു ചുവയൊക്കെ ഇഷ്ടപ്പെടാം. അതുകൊണ്ടാണ് കോളിഫ്ലവർ ക്യാബേജൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും ഒക്കെ നല്ല സുഖമുള്ള ഉണ്ടാവും, കഴിക്കാനും സുഖമുണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.